മലപ്പുറം തിരൂർ പറവണ്ണയിൽ വാഹന പരിശോധനയ്ക്കിടെ MVD ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമം. സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത്. MVD ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് MVDയെ വെട്ടിച്ച് ഒരു കാറ് കടന്നുകളഞ്ഞത്. ഇരിട്ടി രജിസ്ട്രേഷനിലുള്ള മാരുതിയുടെ ഒരു പഴയ വാഹനമാണിത്. ഇതിന് ഇൻഷുറൻസ് ഇല്ല, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ കാറിൽ യൂണിഫോം ഇട്ട 5 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് MVD ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷെ അത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ അതോ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. മലപ്പുറം തിരുനാവായയിലാണ് MVD ഇന്നലെ പരിശോധന നടത്തിയിരുന്നത്. പരിശോധനക്കിടയിൽ അമിത വേഗതയിലെത്തിയ ഈ വാഹനത്തിന് നേരെ കൈ കാണിച്ചിരുന്നു. എന്നാൽ കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് അതുവഴി തന്നെ തിരിച്ചു വരുന്ന വാഹനം കൊടക്കൽ വെച്ച് MVD കാണുകയും MVD വീണ്ടും കൈ കാണിക്കുകയും ചെയ്തു. എന്നാൽ അമിത വേഗതയിൽ ഇത് വകവയ്ക്കാതെ ആ വാഹനം കടന്നു പോവുകയായിരുന്നു. എന്നാൽ കൊടക്കൽ വെച്ച് MVD അവരുടെ വാഹനം ഉപയോഗിച്ച് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി. പിന്നീട് മലപ്പുറം പറവണ്ണയിൽ വെച്ചാണ് ഈ മാരുതി കാർ നിർത്തിയിട്ടതായിട്ട് MVDയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ വെച്ച് നിർത്തിയിട്ട വാഹനത്തിനടുത്തേക്ക് പോകുന്നതിനിടയ്ക്കാണ് വീണ്ടും വാഹനമെടുത്ത് MVDയെ വെട്ടിച്ചു പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ MVD ഉദ്യോഗസ്ഥനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്ന രീതിയിലാണ്. ഒരുപക്ഷെ തലനാരിഴയ്ക്ക് MVD ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം എടുത്ത് പരിശോധിക്കുകയാണ് MVD.